ഗായ്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പകുതി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് ചെയ്യാൻ പോകണേ. ഇത്ര നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു പേർപ്പിൾ കളറാണ് എടുക്കേണ്ടത്. പേർപ്പിൾ കളർ എന്തെങ്കിലും പേർപ്പിൾ കളർ എടുക്കണം. പേർപ്പിൾ കളറ് എന്ത് ഞാൻ പറഞ്ഞ മാതിരി എല്ലാവരും ഇങ്ങനെ നല്ല രീതിക്കായിട്ട് കുഴച്ചിട്ട് മാത്രം ചെയ്യാൻ പാടുള്ളത്. നല്ല ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെ നല്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ പേർപ്പിൾ തീമിൽ അത് ചെയ്തതിന് ശേഷം നമ്മളിതെടുത്തിട്ട് ഐസ്ക്രീം ബൗളിൻ്റെ സൈഡിലായിട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു പെയിൻ്റൊക്കെ ചെയ്തൊക്കെ ഒരു തീമിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഒരു പെയിൻറ്റിങ് ഒക്കെ ചെയ്തൊക്കെ ഒരു ലുക്കിലൂടെ ഇഷ്ടം. ഓക്കെ, നിലത്തൊക്കെ ഒരു ഫ്ലോറിലൊക്കെ ചെറുതായിട്ടൊന്നൊരു പെയിൻ്റൊക്കെ ചെയ്തൊരു ലുക്കിൽ ഇതാ ഞാൻ കുറച്ചൊക്കെ ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. കുറച്ച് പ്ലാസ്റ്റിക് ഇതിലാണ്, ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അങ്ങനെ ചെറുതായിട്ടൊക്കെ പേർപ്പിൾ കളറൂടെ കൊടുത്തിട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് ബ്ലൂ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ലൈറ്റ് ബ്ലൂ എടുക്കണം. അതെന്ത് ചെയ്യണം, കുറച്ച് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മുഴുവൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നമ്മൾ ചെറുതായിട്ട് ചെയർ പോലത്തെ സംഭവം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് തോന്നുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ. അപ്പം അത് ആ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലൂ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലൂ അങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ല ബ്ലൂ നല്ല ചെയ്യണം. ഞാൻ ബ്ലൂ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, കാണാം, നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ബ്ലൂ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ ഇതെടുക്കണം, എന്ത് സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിക്ക് എടുക്കണം. ഈ സ്റ്റിക്ക് ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്യണം. എന്ത് ചെയ്യണം, ഒരു സ്ട്രൈറ്റ് രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. സ്ട്രൈറ്റ് രീതിയിലൊന്ന് കട്ട് ചെയ്യണം. കുറച്ച് തടിയുള്ള രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത്. മെലിഞ്ഞിട്ട് എല്ലാം തടിച്ചിട്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു കുട്ടിയാണ്. കൊള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുട്ടിക്ക് ഇപ്പം നിങ്ങൾ ഇതിപ്പോൾ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആണെടുത്തത്. ഞാൻ ഇപ്പോൾ ഒരു യെല്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു യെല്ലോ കളർ എടുത്തിട്ട് ക്ലേ ഉണ്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, ഇഷ്ടം കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യാം, നല്ല സ്ട്രൈറ്റ് മെലിഞ്ഞിട്ടുള്ള രണ്ട് ഇത് വീട്ടിയെടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കയ്യിനാണ് ഞാൻ സ്ട്രൈറ്റ് ആയിട്ടുള്ളത് ഇത് എടുത്തത് കേട്ടോ. അപ്പം കൈക്ക് വേണ്ടിയിട്ട് കൈമലൊക്കെ അത് നല്ല തിരിച്ചിട്ട് ഇതാ ഒരു കൈമലതാ ഇങ്ങനെ യെല്ലോ കളറൊക്കെ മുഴുവൻ അടിച്ചിട്ട് ഇരിക്കിയിട്ടുണ്ട്.
അടുത്തതുണ്ട്. അടുത്ത നമ്മൾ സ്റ്റിക്കില്ലേ, സ്റ്റിക്കുമ്പോൾ വെള്ളം തേച്ചെടുക്കുക. അടുത്ത കയ്യുമ്മൽ ഇതേമാതിരി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു വലിയ ഒരു ഇതുണ്ടായിരുന്നില്ല പറഞ്ഞ് തടിച്ചത് നമ്മുടെ കൂടെ ഒരു ബോഡി ഉണ്ട്. ആ ബോഡിമേൽ നല്ല തേച്ചെടുത്തിട്ട് മുഴുവനും തേച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. തേച്ചെടുക്കുന്നു പറഞ്ഞത് ഒട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഹാൻഡ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഹാൻഡ് ഇതാ ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹാൻഡ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ഹാൻഡ് എന്ത് ചെയ്തു വെച്ച് കൊടുക്കാം. ഓക്കെ, വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലെഗൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം. കുറച്ചും കൂടി ക്ലൈതിന് ആവശ്യമുണ്ട്. പിന്നെ കുറച്ചും കൂടി എടുത്തിട്ടൊന്ന് ഫിക്സ് ചെയ്യണം. കുറച്ചും കൂടി എടുത്താൽ അത് ഫിക്സ് ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടി എടുത്തിട്ട് എന്ത് ചെയ്തു ഫിക്സ് ചെയ്യണം. ഇതുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനൊരു വട്ടത്തിലുള്ള നമ്മൾ ഒരിത് പിന്നെ നമ്മൾ സ്കെച്ച് എടുത്തിട്ടുണ്ട്. റൗണ്ടിൽ ഈ സ്റ്റിക്ക് ഷേപ്പൊക്കെ ഒന്ന് ചെയ്യണം. എന്ത് ചെയ്യണം, റൗണ്ടിൽ ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ എന്ത് ചെയ്യുക, വരച്ചെടുത്തത് നോക്കി നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യും. വരച്ചെടുത്തേയും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ എടുക്കണം. പണിയെന്താ വെച്ചാൽ നല്ല മൂർച്ചയുള്ള സിസറാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വരും. അല്ലാന്നുണ്ടെങ്കിൽ ആകെ കുളമായിട്ടുള്ളൂ. മൂർച്ചയുള്ള സിസർ വേണം ഇത് കട്ട് ചെയ്യാൻ. ഞാൻ ഇതുകൊണ്ട് മൂർച്ചയുള്ള സിസർ എടുത്തുകൊണ്ടേക്ക് എന്ത് ചെയ്തു, ഒരു റൗണ്ട് ഷേപ്പൊക്കെ കിട്ടി. എന്ത് ചെയ്യുക, അതിന് നമ്മൾ സ്കെച്ച് വെച്ചിട്ട് കണ്ണും മൂക്കും വായും വരച്ചെടുക്കും. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, നമ്മളിവിടെ മുടിക്കായിട്ട് ബ്ലാക്ക് ആണല്ലോ വേണ്ടത്. ബ്ലാക്ക് ആയാലും ബ്രൗൺ ആയാലും കുഴപ്പമില്ല. എന്തായാലും ബ്രൗൺ ആണ് നിൽക്കുന്നത്, ബ്ലാക്ക് ഇല്ല. ബ്ലാക്കൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും, ബ്രൗൺ എടുക്കുന്നുണ്ട്. ബ്രൗൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഈ ഒരു ഷേപ്പിലാക്കണം. നമ്മൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിന് ഇങ്ങനെ നമ്മൾ ഒട്ടിക്കണം. നമ്മളുടെ ബ്രൗൺ കളർ ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക, നേരെ കൊടുത്തിട്ട് ഇവിടെ ഒട്ടിക്കാം. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു തലയും ബോഡിയും കൂടി ഫിക്സ് ചെയ്താണ് ഒരു മനുഷ്യന് ഇവിടെ ഈ കരയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ പച്ച ഇതുണ്ടാക്കിയില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നിർത്തി കൊടുക്കുക. നമ്മളിവിടെ ആ മനുഷ്യൻ ഒന്ന് ഒട്ടിപ്പിടിപ്പിച്ചിട്ടൊന്ന് നിർത്തി കൊടുക്കുക. ഓക്കെ, നല്ലപോലെ ഒന്ന് ഒട്ടിപ്പിച്ചിട്ട് നിർത്തി കൊടുക്കുന്നുണ്ട്. നിർത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കി. വാ, ഒരു ആളൊരു പുഴൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന അടിപൊളി ഒരു ഫീലല്ലേ വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്ന മാതിരിയല്ല കേട്ടോ, ശരിക്കും കാണുമ്പോൾ
ഒറിജിനാലിറ്റിൻ്റെ നമ്മൾ ഈ ഒരു പുഴയിൽ വെള്ളം നമ്മളെ കുറച്ച് ബ്ലാക്ക് ഒന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ട എന്ത് ക്യൂട്ടായിട്ടുണ്ട്. കുഞ്ഞൊരു മിനിയൊരു വാൾ ഡെക്കോറല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ടേബിൾ ഡെക്കോറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ അടിപൊളിയൊരു ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ലുക്ക് വന്നത് ശരിക്കും നിങ്ങളിതിൽ കാണുന്ന മാതിരി ഒന്നല്ല കേട്ടോ. ശരിക്കും കാണുമ്പോൾ ശരിക്കും മലേൻ്റെ ഒക്കെ ഒരു ഇടയിൽ ഒരു വെള്ളമൊക്കെ വരുന്നൊരു സ്ഥലം അവിടെ ഇങ്ങനെ നിൽക്കുന്നൊക്കെ അടിപൊളിയൊരു ഇതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ, സീ യു.